അതുകൊണ്ട് ഈ വീടും സ്ഥലമേ അവളുടെ പേർക്ക് എഴുതി കൊടുക്ക. എന്ത്? ഈ വീട് സ്ഥലം അവളുടെ പേര് എഴുതി കൊടുക്കാനോ? അപ്പൊ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞും നോക്കാമേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ജോലിയില്ലേ? അവൾക്കാണെങ്കിൽ ഇപ്പൊ ജോലി മാറ്റം കിട്ടിയ നല്ല ശമ്പളവും ഉണ്ട്. ഇതുപോലത്തെ എത്ര വീട് വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചെടുക്കാൻ പറ്റില്ലടാ. അല്ലെങ്കിലും ഞങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങളല്ലേ. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ തമ്മിൽ പിരിപ്പിക്കാനെന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. ചെറിയൊരു ഓടിട്ട വീടായിരുന്നില്ലേ, അതിനിപ്പോ ഇങ്ങനെ കാണുന്ന 2 നിലയാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ അത് എനിക്ക് മാത്രം അറിയില്ല ഏട്ടാ. അതിനുവേണ്ടി എൻ്റെ എത്ര സ്വർണം കൊണ്ട് വിറ്റ് എങ്ങനെ കഴിഞ്ഞതാ. ഈ ഒരു അവസ്ഥയിലായില്ലേ. എല്ലാ പൈസയും അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ ചെലവാക്കുന്ന സമയത്തെ കുറച്ചെങ്കിലും നമ്മുടെ പേർക്ക് മാറ്റി വെച്ചാണെങ്കിൽ ഈ ഒരു വാടക വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരെയായിരുന്നോ? എടാ, എന്നെ പോലുള്ള ആൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ കടത്തൊന്നും ചിന്തിക്കാറില്ല. പുറത്തുനിന്നൊരു ചായ പോലും കുടിക്കാറില്ല. ആ പൈസ കൂടി വീട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ അവസ്ഥ എന്താ ആയിക്കോട്ടെ, അതിൽ എനിക്കൊരു വിഷയമല്ല. പക്ഷെ നിന്നെയും കുഞ്ഞിനെയും ഈ ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിട്ടേല, അതൊരു വിഷമം. എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാ. പക്ഷെ എത്ര പറഞ്ഞാലും ഏട്ടൻ മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയെങ്കിലും സൂക്ഷിച്ച് ചെലവാക്കിയാൽ മതി. എടോ, അമ്മനെയും പെങ്ങളിനെയൊക്കെ നോക്കേണ്ടത് എൻ്റെ കടമ തന്നെയല്ലേ? നോക്കണം ഏട്ടാ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ഇതിപ്പം മുഴുവനും കൊടുക്കുന്നതിന് പകരം കുറച്ചെങ്കിലും അവനവൻ്റെ പേർക്ക് മാറ്റി വെക്കാലോ. കല്യാണത്തിന് ശേഷം ഏട്ടൻ്റെ ചിലവുകളൊക്കെ കൂടി പഴയ പോലെ വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴേ അവരെന്താ വിചാരിക്കുക? ഞാൻ വന്നിട്ട് ഏട്ടനെ മാറ്റിയെന്നല്ലേ. അതിൻ്റെ പേരിൽ ഞാൻ എത്ര കേട്ടു. ഞാൻ വീട് കഴിഞ്ഞപ്പോൾ അതെന്നെ പറഞ്ഞിട്ടിരുന്ന കാര്യമില്ലല്ലോ. അവളോട് പിന്നെ രജിസ്റ്റർ ചെയ്ത് തരാൻ പറഞ്ഞതാ. പക്ഷെ അവൾക്കൊരു പേടി. അതുകൊണ്ട് ഇപ്പം ഉള്ള കടമൊക്കെ മേടിച്ച് ബാങ്കിലെ ലോണും ക്ലോസ് ചെയ്ത പേപ്പർ എടുത്തിട്ടില്ല എഴുതി കൊടുത്തത്. ഇതിപ്പോൾ ഇത്ര കടമാണോ, ഇതൊക്കെ എങ്ങനെ അടച്ചു തീർക്കുക പറഞ്ഞിട്ടാ. ഇപ്പം വെറും കൈയോടെയല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ആ കൂടി കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ. ആ ഇൻഡക്ഷൻ കുക്കറിലുകൊണ്ട് ഇപ്പോൾ ചായയും ചോറൊക്കെ വെച്ച് പോകുന്നത്. ഇപ്പോൾ ഗ്യാസ് കുറ്റിയും പാത്രങ്ങളും കട്ടലും അലമാരി ഫ്രിഡ്ജും എന്താണ് അതിപ്പോൾ എന്താ ചെയ്യുക? എല്ലാം ഇപ്പോൾ പുതിയത് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ താങ്ങാനാവാത്ത കടങ്ങളുണ്ട്. അതും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി. വീട്ടിലേക്ക് വേണ്ടിയിട്ട് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എത്ര സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ വരുന്ന സമയത്തെങ്കിലും അഞ്ജുവിന് എന്തെങ്കിലും ഒന്ന് സഹായിക്കായിരുന്നു. ഏട്ടനൊരു കാര്യം ചെയ്യും, നമ്മുടെ റൂമിലും കട്ടിലും ബെഡും അല്ലേ, അതെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ. പിന്നെ അത് പുതിയത് വാങ്ങിക്കണ്ടല്ലോ. നീ പറഞ്ഞതും കാര്യം. അത് ഇപ്പം എന്തായാലും ആ റൂമിൽ ആരും ഉപയോഗിക്കില്ലല്ലോ ആ സാധനങ്ങളൊന്നും. അവിടെ വെറുതെ കിടക്കാനല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നെന്തായാലും ലീവല്ലേ, അപ്പോൾ പോയിട്ട് എടുത്തിട്ട് പറ്റേ. എന്നാൽ പിന്നെ പോയിക്കോട്ടെ. വെറും നിലത്ത് എടുത്തിട്ടേ ഇന്നലെ കുഞ്ഞ് തീരെ ഉറങ്ങിയിട്ടില്ല. അത് ഞാൻ വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തേക്കട്ടെ, എന്നിട്ട് വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരാം. ശരി എന്നാ. എന്റെ ഏട്ടാ, അതൊക്കെ ഇതിനിപ്പോ കൊണ്ടുപോണത്? പുതിയ വീടാകുമ്പോ എന്റെ കുറെ കുടുംബക്കാര് വരില്ലേ, അപ്പൊ അവർക്കൊക്കെ കിടക്കാലോ. മോളെ, അതല്ലടോ, അവിടെ ഒരു സാധനം ഇല്ലല്ലോ, നിലത്താ കിടക്കുന്നത്, അതുകൊണ്ട് എടുക്കാൻ വന്നതാ. അതിന് ഈ അടുത്ത് വാങ്ങിയതൊന്നല്ലല്ലോ, ഏട്ടന്റെ കല്യാണത്തിന് വാങ്ങിച്ചതല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കേ. അഞ്ചു, പുതിയത് വാങ്ങിക്കാനോ ഏട്ടനിൽ ഇപ്പൊ പൈസ ഇല്ലടാ. നിങ്ങളുടെ പൈസ ഇല്ലാന്നോ? അത് രണ്ടുപേരും ജോലിക്ക് പോകുന്നിടത്ത് എന്തിനാ ഏട്ടാ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ഏട്ടന്റെ ഇഷ്ടം. ഇവക്കെന്താ എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്തോ ഒരു ഭാഗ്യത്തിന് വണ്ടിയും പിടിച്ച് വന്നില്ല, ഇപ്പൊ നാണം കെട്ടേനെ. എടാ, നീ ഇപ്പൊ ആ കട്ടിലും അലമാര എടുക്കാൻ വേണ്ടി വന്നതാ? ആമേ, ഇവിടുന്ന് പോകുമ്പോ ഒന്നും എടുത്തില്ലല്ലോ, ഡ്രസ്സ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ പുതിയത് പഠിക്കാനാണെങ്കിൽ പൈസ ഇല്ല, അതുകൊണ്ട് വന്നതാ. കഷ്ടം തന്നെ. 5-6 വർഷം മുമ്പ് വാങ്ങിച്ച പഴയ സാധനം എടുക്കാൻ വേണ്ടിട്ടാണോ നീ ഇത്രയും ദൂരം വന്നത്? പിന്നെ ഞാൻ എന്താക്കാനാ അമ്മേ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയായിട്ടാ. ഇനി 5 പൈസ ഇല്ല കയ്യില്. കുഞ്ഞാണെങ്കിൽ ഇന്നലെ നിലത്ത് കിടന്നിട്ട് ഉറങ്ങിയിട്ടുമില്ല. 10-30,000 ഉണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റില്ലടാ. ഇനിയിപ്പോ ഫുള്ള് പൈസ ഇല്ലെങ്കിൽ എന്താ, നിനക്ക് അടവിനിട്ട് എടുത്തൂടെ? അങ്ങനെ അടവിനിട്ടാണമ്മേ ഈ വീട്ടിലെ മുഴുവൻ സാധനം ഞാൻ വാങ്ങിച്ചു വിട്ടത്. അതിന്റെ അടവ് ഇനിയും തീർന്നിട്ടില്ല. എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാമ്മേ. അമ്മ അവളോട് പറഞ്ഞേ ഒരു കട്ടിലെങ്കിലും ഞാൻ എടുത്തു കൊണ്ടുപോട്ടെ. വീട് മാറി വേണ്ട നീ ഉള്ള പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ വന്നിരിക്കുക.
എന്നാ പിന്നെ എല്ലാം കൊണ്ടുപോയിക്കടാ. എല്ലാം പെണ്ണ് പറഞ്ഞു വിട്ടതായിരിക്കും. എന്തു പറഞ്ഞാലും എന്നെ ഭാര്യയ്ക്ക് എന്നെ കുറ്റം. ഇത്രയും കാലം ഇവർക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. ഇതൊന്നും എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത. ഇവർ കാട്ടിൽ കിടക്കൊക്കെ വേണം പറഞ്ഞു. ഏട്ടാ, നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കൊന്നും വേണ്ട. കുഞ്ഞൂസ് ഇപ്പൊ നിലത്തൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ കട്ടിലും ബെഡൊക്കെ വാങ്ങിക്കാം. അപ്പത്തേക്കും ബൈക്കിന്റെ അടവ് കഴിയുമല്ലോ. പറയുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അന്നോട്ട് എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞ പോലെ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പം ലക്ഷങ്ങൾ ബാങ്കിലുണ്ടാവും. എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഇപ്പം നീയും കുഞ്ഞല്ലേ അനുഭവിക്കുന്നത്. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം. ഇനിയിപ്പൊ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഏട്ടാ. ഇപ്പൊ രണ്ടാൾക്കും ജോലി മാറ്റം കിട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഇല്ലേ. ആദ്യത്തെ കുറച്ച് കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തായാലും രക്ഷപ്പെടും ഏട്ടാ. കുഞ്ഞുസേ, നിലത്ത് കിടന്നിട്ട് പുറം വേദന ഉണ്ടോ? ഇല്ല അച്ഛ, കുഞ്ഞക്ക് ഒന്നും കുഴപ്പമില്ല. അച്ഛ സങ്കടം പിടണ്ട. അച്ഛന് സങ്കടമൊന്നുമില്ല കേട്ടോ. കുഞ്ഞുമായിട്ട് ഭക്ഷണം കഴിച്ചോ? അച്ഛനിപ്പം അങ്ങോട്ടില്ല. ഇനിയും വൈകണ്ട, വേഗം വന്നേ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വാ. കഷായൊക്കെ കഴിയാറായല്ലോ. മരുന്നിന് 4 ഉള്ളൂ, അതൊന്ന് തീരും. ചെക്കനുണ്ടെങ്കിൽ എല്ലാം കറക്റ്റിന് വാങ്ങിച്ചു തരുമായിരുന്നു. എന്താ അമ്മേ, എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണേ? എടി മോളെ, നീ ഒരു 2000 രൂപ തരണേ. അമ്മന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കുക. 2000 രൂപയോ? അമ്മ ഇതിന് ഇത്രയും പൈസയുടെ മരുന്നൊക്കെ കഴിക്കണേ? വയസ്സായില്ലടി, കാലുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ട്. അന്ന് അവനെ വൈദ്യനെ കാണിച്ചപ്പോ കൊറേ മരുന്ന് എഴുതി തന്നതാ. 2000-ന് വാങ്ങിച്ച 3 മാസം നിൽക്കും. എപ്പോഴും അവൻ അങ്ങനെയാ വാങ്ങിച്ചു തരല്. അമ്മ പെട്ടെന്ന് 2000 രൂപ വേണമെന്ന് പറഞ്ഞാല് ഞാൻ എന്താക്കാനാ? ഞാൻ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ? നീ ജോലിക്ക് പോണില്ലാന്ന് അമ്മയ്ക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. നിന്റെ ഭർത്താവ് മാസം മാസം അയച്ചു തരുമല്ലോ, അതൊന്നും എടുത്തതാ. അതിന് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ല അമ്മ ഏട്ടനെ. ആകെപ്പാടെ 20,000 രൂപ ഈ മാസം അയച്ചത്. അതിന് അവളുടെ ഫീസും അടച്ചു, ഞാൻ കുറച്ച് ഡ്രസ്സും വാങ്ങിച്ചു. അതോടെ അതാ കഴിഞ്ഞു. എടി, അങ്ങനെ പറഞ്ഞാ ഞാൻ എന്താക്കാനാ? കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിലേ അസുഖം മാറില്ല. അവനുള്ളപ്പോ ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. എന്നാ ഏട്ടനോട് അമ്മ ചോദിക്കേ. വല്ലാത്തൊരു പെണ്ണെന്നെ. ഇനിയിപ്പോ ഈ 2000-ന്റെ മരുന്ന് വാങ്ങിക്കാൻ ഞാൻ അവന്റെ വാടക വീട്ടിലേക്ക് പോവല്ലേ. മൂപ്പന്റെ അടുത്ത് എന്തെങ്കിലും പെൻഷൻ കിട്ടി പൈസ ഉണ്ടാ ചോദിക്കട്ടെ. എന്റെ ദൈവമേ, കുഞ്ഞു വിട്ട് പെണ്ണ് ഒരു പണി ചെയ്യലില്ല. എല്ലാം എന്നെ കൊണ്ട് തന്നെ. മരുമോളുള്ളതാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാലെങ്കിലും പെണ്ണെല്ലാം ചെയ്യായിരുന്നു. ഓ, എന്താ അമ്മമ്മേ, പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കാണോ? ഓ എത്തിയാ? അല്ലേടി, നീ എവിടെ പോയി കിടന്ന അത്ര നേരം? ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ? ഒന്ന് വന്ന് സഹായിച്ചൂടെ നിനക്ക്? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി പോയതായിരുന്നു. യാത്ര പറയേ? ഞങ്ങളെല്ലാരും അടുത്ത ആഴ്ച അച്ഛന്റെ അടുത്തേക്ക് പോവാം അമ്മമ്മേ. ഏത്, നിന്റെ അച്ഛന്റെ തറവാട്ടിലേക്കാ? കേറ്റിയ പോലെ തന്നെ. അച്ഛന്റെ തറവാട്ടിലേക്കൊന്നല്ല, ഗൾഫിലേക്കാ പോകുന്നത്. ഗൾഫിൽ പോവേ? ആ അമ്മമ്മേ, അതല്ലേ ഇന്നലെ കുഞ്ഞാവയ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയത്. വീട്ടിലെത്തി എന്നോട് ഹോസ്പിറ്റലിൽ പോണ കൊണ്ടല്ലേ പെണ്ണ് കൊള്ളത്തരും പറയാൻ പഠിച്ചു അല്ലേ? ഞങ്ങള് പോയാലേ അമ്മമ്മ മാമന്റെ അടുത്തേക്ക് പൊക്കോട്ടോ. നീ നിന്റെ കാര്യം നോക്കി പോടി. ഇത്രയും വലിയ വീടുണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ അവന്റെ കൂടെ വാടക വീട്ടിൽ പോയിരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അമ്മമ്മയൊന്നും അറിയില്ല, ഈ വീട് വിൽക്കാൻ പോവാ. വിൽക്കാനോ? നിന്നോട് ആരാ അതൊക്കെ പറഞ്ഞേ? അമ്മ ഇന്നലെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. അഞ്ചു, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കണ്ടേ? എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? നീ എന്നടി പറഞ്ഞത് അവനവിടെ ശമ്പളം കുറവാണ്, നിർത്തി തരാണ്, ഞങ്ങക്ക് വാടക കൊടുക്കാൻ അമ്മ വഴിയില്ലാന്ന്. അതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് ഈ വീട് നിന്റെ പേർക്ക് എത്തി തന്നത്. ഇപ്പൊ ഏട്ടനെ ജോലി മാറ്റം കിട്ടി, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ 3 മാസത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. നീ 3, 6, 10 മാസം പോയിരിക്കേ. അത് വിട്, നിന്റെ മോള് പറഞ്ഞല്ലോ ഈ വീട് വിൽക്കാൻ പോവാണെന്ന്. അതെ ഏട്ടൻ പറഞ്ഞിട്ടാ. ഈ വീട്ടിലെന്തായാലും കാറ് കയറാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് വിറ്റിട്ട് ടൗണിലേക്ക് മാറാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ. ഓ, അപ്പൊ നിന്റെ മോള് വെറുതെ പറഞ്ഞൊന്നും അല്ല അല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ഒറ്റയ്ക്കാണ് തീരുമാനിക്കുക. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാടേ? ഈ വീട് എന്റെ പേരിൽ എഴുതി തന്നതല്ലേ.
അത് വിൽക്കാൻ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? എന്താടി നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അപ്പൊ ഞാനും അച്ഛനൊക്കെ എവിടെയാ പോവാ? അച്ഛനമ്മമാരെ നോക്കേണ്ടതേ കെട്ടിച്ചു വിട്ട പെൺമക്കളല്ല, അതൊക്കെ ആൺമക്കളുടെ കടമയാ. അമ്മേ ഏട്ടന്റെ അടുത്തേക്ക് പൊക്കോ. ഞങ്ങൾ അങ്ങോട്ട് പോവാനോ? എടി നിനക്ക് വേണ്ടിട്ടല്ലേ അമ്മ അത്രയും കഷ്ടപ്പെട്ട്. അമ്മ ഒന്ന് പോയേ, എനിക്ക് ഏട്ടനെ വീഡിയോ കോൾ ചെയ്യാണ്ട്. നീ വെറുതെ പഴംപുരാണം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്തു വേണ്ടേ, അതൊക്കെ അപ്പ കഴിഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാഗം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛൻ എന്തായാലും തീരുമാനിച്ചതാ. അവൻ്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവള് ചെയ്യും. നീ അതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അമ്മ അവളോട് പറഞ്ഞേ ഒരു കട്ടിലെങ്കിലും ഞാൻ എടുത്തു കൊണ്ടുപോട്ടെ.